നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അവർക്കിപ്പോൾ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നൽകാറുള്ളത്. എന്നാൽ പല ആളുകൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 300 രൂപ വേറെ കുടിശ്ശികയുമായിട്ടുണ്ട്. അതുപോലെ പെൻഷൻ ഇനി 1700 രൂപ 1600 രൂപയ്ക്ക് പകരം 1700 രൂപയായിരിക്കും വരിക. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിലവിൽ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ലഭിക്കുന്നത് 1600 രൂപ പെൻഷനാണ്. അതിൽ 300 രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും 1300 രൂപ കേരള സർക്കാരിൻ്റെ നിലക്കുമാണ് പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ പല ആളുകൾക്കും 1300 മാത്രമാണ് കഴിഞ്ഞ മാസങ്ങളിലാണ് ലഭിച്ചത്. അതിൽ 300 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പല ആളുകൾക്കും ലഭിക്കാനുണ്ട്. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അതിൻ്റെ ഫോർമാറ്റുകൾ തീർന്ന മുറക്ക് തന്നെ പണം എത്തുന്നതാണ്. ആദ്യഘട്ടങ്ങളിലെല്ലാം അവർക്ക് പെൻഷൻ കേരള സർക്കാർ നൽകുന്നതോടൊപ്പം തന്നെ കൂട്ടത്തിലായിരുന്നു നൽകിയിരുന്നത്. അതിനുശേഷം 2-3 ദിവസം മാത്രമായിരുന്നു വൈകാറുണ്ടായിരുന്നത്. ഇപ്പോൾ പല ആളുകൾക്കും 900 രൂപ വരെ ആ ഇനത്തിൽ ലഭിക്കാനുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ആ പണം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള സർക്കാർ ഇപ്പോൾ നൽകി വരുന്ന 1600 രൂപയ്ക്ക് പകരം 200 അല്ലെങ്കിൽ 100 രൂപ കൂടിയായിരിക്കും ഇനി അടുത്ത ബഡ്ജറ്റ് മുതൽ നമുക്ക് ലഭിക്കുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പൂർത്തിയായിട്ടുണ്ട്. ഈ മാസം പകുതിയോടുകൂടിയായിരിക്കും നമ്മുടെ കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അന്ന് തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുമുമ്പായി തന്നെ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും സർക്കാർ പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പല ആളുകളും അറിവില്ലായ്മ മൂലം മറ്റും പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത പല ആളുകളും ഉണ്ടായിരുന്നു. അവർക്ക് കഴിഞ്ഞ ഡിസംബറോട് കൂടി തന്നെ പുതിയ പെൻഷൻ ജനുവരി പെൻഷൻ ലഭിച്ചിട്ടില്ല. എന്നാൽ പല ആളുകളും ഇപ്പോഴും എന്തുകൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെക്കുന്നത് എന്നുള്ള പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് പെൻഷൻ തടഞ്ഞു വെക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പെൻഷൻ മസ്റ്ററിങ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത വളരെ കുറച്ച് ശതമാനം ആളുകളാണെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുമുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. കഴിഞ്ഞ ജനുവരി മാസത്തിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യവാങ്മൂലമുണ്ട്. അവർ ഇനി പുനർവിവാഹിത ആയിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലമാണ്. അത് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്, 60 വയസ്സ് വരെയുള്ള ആളുകളാണ് നൽകേണ്ടത്. 60 വയസ്സ് കഴിഞ്ഞാൽ അവർ കൊടുത്ത രേഖ അനുസരിച്ച് ആധാർ കാർഡിലെ വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല. അല്ലാത്ത ആളുകൾ നിർബന്ധമായും ആ സർട്ടിഫിക്കറ്റ് നൽകണം. അതുപോലെ തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ച ഒരുപാട് ആളുകളുണ്ട്. കുടുംബത്തിൽ ഒന്നാകെ 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും കാരണത്താൽ ആ ഭൂമി വിൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് 1 ഏക്കറിന് മേലെ താഴേക്ക് ഭൂമി എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ആ സർട്ടിഫിക്കറ്റ് വാങ്ങി പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ടാകും. എന്നാൽ അവർക്ക് വേറെ രൂപത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ടാക്കി അവർ വേറെ താമസം മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിക്കഴിഞ്ഞാൽ പഴയ പെൻഷൻ അവർക്ക് പുനഃസ്ഥാപിച്ച് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതൊന്നുകിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴിയോ, അതുമല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ, അതല്ലെങ്കിൽ വാർഡ് മെമ്പറോ പഞ്ചായത്ത് ഓഫീസറോ നേരിട്ടോ ചെന്ന് നമ്മൾ അന്വേഷണം നടത്തുക. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. പല ആളുകളും പറയാറുണ്ട്, എനിക്ക് ഡിസംബർ വരെ പെൻഷൻ കിട്ടി, നവംബർ വരെ പെൻഷൻ കിട്ടി, അതിനുശേഷം പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ പെൻഷൻ ഒരിക്കലും ലഭിക്കുകയില്ല. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഏതായാലും അടുത്ത ബജറ്റ് വരെ നമുക്ക് കാത്തിരിക്കാം. 4-5 ദിവസങ്ങൾക്ക് അപ്പുറമാണ് ബജറ്റ് ഉണ്ടാവുക. ആ ദിവസം വരെ നമുക്ക് കാത്തിരിക്കാം. അതിൽ 1700 അല്ലെങ്കിൽ 1800 രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി അടുത്ത വീഡിയോയിൽ നോക്കാം. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.